വികൃതി എന്ന സിനിമയ്ക്ക് ശേഷം MC ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് മീശ. തന്റെ ആദ്യ സിനിമയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് MC ജോസഫ് മീശ ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പൂർണ്ണമായും പുരുഷ സൗഹൃദങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന സിനിമ അതിനുള്ളിലുള്ള ബോണ്ടിങ്ങിന്റെയും ഈഗോയുടെയും ഒക്കെ കഥ പറയാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ കഥയുടെ കോറിലേക്ക് നമ്മൾ പോകും തോറും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ അനാവശ്യമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് പോലെ തോന്നും. നമ്മളിൽ ഒരു ആവേശം സൃഷ്ടിക്കേണ്ട തരത്തിലുള്ള ഡയലോഗുകൾ പലതും ഫ്ലാറ്റായി മാറുമ്പോൾ മീശ സ്വന്തം പാളിച്ചകൾ മറച്ചുവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രിട്ടൻഷ്യസ് സിനിമയായിട്ട് മാറുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം അനന്തുവിന് തന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള മിഥുന്റെ ഒരു കോൾ ലഭിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മിഥുൻ ഒരു ദിവസം അവിടെ തങ്ങാനാണ് അനന്തുവിനെ ക്ഷണിക്കുന്നത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും അവസാന കൂടിക്കാഴ്ച അത്ര സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്നതിൽ അനന്തുവിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളിൽ വേറെ ചിലത് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കാട്ടിൽ വെച്ചിട്ടുള്ള ഗെറ്റ് ടുഗെദറും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ ആണത്തം എന്ന് പറയപ്പെടുന്ന സാധനത്തിന്റെ പല വശങ്ങൾ കാണിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്. അതിനൊരു മിസ്റ്ററി ത്രില്ലർ സ്വഭാവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്യമായിട്ടുള്ള കാടിന്റെ ഒരു പശ്ചാത്തലം സംവിധായകൻ ഇവിടെ കൊടുക്കുന്നത്. ഒരു മെറ്റഫർ എന്ന നിലയിൽ ഈ കാടിന്റെ പശ്ചാത്തലം സിനിമ പറയാൻ ആഗ്രഹിക്കുന്ന വേട്ടയാടപ്പെടുന്നതിന്റെ രാഷ്ട്രീയത്തിന് യോജിച്ചു പോകുന്നുണ്ടെങ്കിലും എഴുത്ത് ഒട്ടും ഗ്രിപ്പിംഗ് അല്ല. എഴുത്തു പോരാ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയവും കാര്യങ്ങളും ഡയലോഗുകളിലൂടെ റിഫൈൻ ചെയ്ത് സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകന് സാധിക്കുന്നില്ല. പാർട്ടിയും അണികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം വളരെ സൂപ്പർഫിഷ്യൽ ലെവലിലാണ് പോകുന്നത്. സിനിമ പറയാൻ മുന്നോട്ട് വയ്ക്കുന്ന ജാതി രാഷ്ട്രീയവും ഡിവൈഡ് ആൻഡ് റൂൾ പരിപാടിയും എല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ എവിടെയോ ഒരു ക്രിയേറ്റീവ് ലേസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വിഷ്വൽ ലാംഗ്വേജിൽ ഈ സിനിമ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് MC ജോസഫ് പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. സിനിമയുടെ തുടക്ക ഭാഗത്ത് പല കഥാപാത്രങ്ങളുടെയും മീശയിലേക്ക് ഒരു പ്രത്യേകതരം ഫോക്കസ് കൊണ്ടുവരുന്നുണ്ട്. പ്രസന്റും പാസ്റ്റുമായിട്ട് ഷട്ടിൽ ചെയ്യുന്ന നരേറ്റീവ് കാണിക്കാൻ ഒരു സ്ഥലത്ത് ഹക്കീം ഷായുടെ കഥാപാത്രത്തെ വെച്ച് ഒരു ഗ്രീൻ സ്ക്രീൻ ട്രാൻസിഷൻ സീക്വൻസ് ഉണ്ട്. രണ്ടാം പകുതിയിൽ ഷൈൻ ടോം ചാക്കോ ഉള്ള ഒരു സ്ഥലത്ത് ഗണ്ണിന്റെ ബാരൽ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സീക്വൻസ് ഉണ്ട്. കാര്യമായ വ്യത്യസ്തത കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതാണെങ്കിലും ഇതെല്ലാം വളരെ ഗിമ്മിക്കി ആയിട്ട് മാറുന്നുണ്ട്. ചുമ്മാ ഇതിനെല്ലാം എന്തോ വലിയൊരു അർത്ഥമുണ്ട് എന്ന് ആളുകൾക്കൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള ശ്രമം പോലെ തോന്നി. പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് വിപ്ലവമൊക്കെ നടക്കും എന്നുള്ള രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ ഭാഗത്തുള്ള ഡയലോഗുകളുടെയൊക്കെ ഒരു ജീവനില്ലായ്മ കാരണം അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഷിഫ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സിനിമയിൽ പാരലലായിട്ട് പോകുന്ന രണ്ട് ട്രാക്കുകളുണ്ട്. രണ്ടാമത്തെ ട്രാക്കിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീകാന്ത് മുരളിയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെയാണ് ഉള്ളത്. എൻഡ് ക്രെഡിറ്റ് റോൾ ചെയ്യുമ്പോൾ കാണിക്കുന്ന വിരോധാഭാസത്തിന്റെ ഒരു സംഗതി അല്ലാതെ വേറെ ഒരു ഉപയോഗവും ആ രണ്ടാമത്തെ ട്രാക്ക് കൊണ്ട് സിനിമയ്ക്ക് ഉണ്ടായതായിട്ട് തോന്നിയില്ല. വിഷ്വൽ എഫക്ട്സിന്റെ നിലവാരം പൊതുവെ മോശമായിരുന്നു. സിനിമയിൽ കാണിച്ച ആന സാമാന്യം റിയലിസ്റ്റിക് ആയിരുന്നെങ്കിലും ബാക്കി എല്ലാ മൃഗങ്ങളുടെയും മൂവ്മെന്റ് ഒട്ടും വിശ്വസനീയമായിരുന്നില്ല. ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് പല സീക്വൻസുകളും വന്നിട്ടുള്ളത്. പിന്നെ പകല് ഷൂട്ട് ചെയ്തിട്ട് രാത്രിയാക്കുന്ന പരിപാടി പല സ്ഥലത്തും കാണാൻ കല്ലുകടിയായിരുന്നു. കതിർ എന്ന നടന്റെ ഒരു സിനിമയും കണ്ടിട്ടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സഞ്ജു ശിവറാം ഡബ്ബ് ചെയ്തിട്ടുള്ള മലയാളം വലിയ പ്രശ്നമായിട്ട് തോന്നിയേക്കില്ല. എന്നാൽ പുള്ളിയുടെ ശബ്ദം അറിയുന്ന ആളെന്ന നിലയ്ക്ക് ആ ഒറിജിനൽ ശബ്ദവുമായിട്ട് ഒരു സാമ്യവുമില്ലാത്ത ഈ സിനിമയിലെ ശബ്ദത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അഭിനയത്തിന്റെ കാര്യത്തിൽ സിനിമ സത്യം പറഞ്ഞാൽ കതിറിന് പുള്ളി സ്ഥിരമായി ചെയ്യുന്ന തരം കഥാപാത്രങ്ങളിൽ നിന്ന് നല്ല വ്യത്യാസമുള്ള ചെറിയൊരു വില്ലത്തരമുള്ള കഥാപാത്രത്തെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രേക്ഷകനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് കഥാപാത്രത്തിന്റെ ചില പരിപാടികൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലും കതിറിനെ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ കാണാൻ വ്യത്യസ്തതയുണ്ടായിരുന്നു. അനന്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഹക്കീം ഷായാണ്. കഥ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. തരക്കേടില്ലാത്ത പെർഫോമൻസ് ആണെങ്കിലും ചില സ്ഥലത്ത് ഈ കഥാപാത്രത്തിന്റെ ട്രാൻസിഷൻ ഭയങ്കര ജാറിംഗ് ആണ്. സുധി കോപ്പ ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഇതിന്റെ കഥയ്ക്ക് ഒരു ഷേക്സ്പീരിയൻ സ്വഭാവമുണ്ട് എന്ന് MC ജോസഫ് പറഞ്ഞിരുന്നു. ആ ഒരു തലത്തിലേക്ക് കുറച്ചെങ്കിലും പോകുന്നത് ഈ ഒരു കഥാപാത്രം മാത്രമാണ്. പക്ഷെ അവസാന ഭാഗത്തേക്ക് ഈ കഥാപാത്രത്തിന് സംഭവിക്കുന്ന ട്രാൻസിഷനും സ്ക്രീനിൽ കാണുമ്പോൾ എന്തോ ഒരു ഏച്ചുകെട്ടൽ ഉണ്ടായിരുന്നു. ഈ സിനിമ കുറെ മുന്നേ ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇതിൽ നമ്മൾ കാണുന്ന ഷൈൻ ടോം ചാക്കോ സ്വല്പം എക്സെൻട്രിക് ആയിട്ടുള്ള ആ ഒരു പഴയ ഷൈൻ ടോം ചാക്കോ ആണ്. ആ ഒരു സ്വഭാവം കഥാപാത്രത്തിന് ചേരുന്നതുകൊണ്ട് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടില്ല. സിനിമ ആവശ്യപ്പെടുന്ന മീറ്ററും പെർഫോമൻസിലെ മീറ്ററും ഏറെക്കുറെ ഒത്തുപോയിട്ടുള്ള ഒരേ ഒരു പെർഫോമൻസ് എൻ്റെ അഭിപ്രായത്തിൽ വന്നിട്ടുള്ളത് ശ്രീകാന്ത് മുരളിയിൽ നിന്നാണ്. സ്വല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെയാണ് ജിയോ ബേബി അവതരിപ്പിക്കുന്നത്. സംഭവം പുള്ളിയുടെ കഥാപാത്രം പറയുന്ന പല കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും അത് എഴുതിയിട്ടുള്ള രീതിയും പെർഫോം ചെയ്തിട്ടുള്ള രീതിയും കുറച്ചധികം തിയാട്രിക്കലായിട്ട് തോന്നി. അധികാരത്തിലുള്ളവർ താഴെത്തട്ടിലുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അധികാരത്തിൽ തുടരുന്നു എന്ന സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി ആവുക എന്നതാണ് മീശയുടെ ആഗ്രഹം. ഏതാണ്ട് രാജീവ് രവി കമ്മട്ടിപ്പാടത്തിലൂടെ അച്ചീവ് ചെയ്ത സംഭവം. പക്ഷേ അങ്ങനത്തെ സിനിമകൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കഥാപാത്രങ്ങളുമായിട്ട് പ്രേക്ഷകന് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുമ്പോഴാണ്. കഥാപാത്രങ്ങളുടെ യാത്ര നമ്മൾ അറിയുക എന്ന് പറയുന്നത് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇവിടെ ഒരുപാട് ലെയറുകൾ കൊണ്ടുവരാൻ ശ്രമിച്ച് അവസാനം ഒരു ലെയർ പോലും പ്രേക്ഷകരിലേക്ക് കണക്റ്റ് ആവാത്തൊരു രാഷ്ട്രീയ സിനിമയായിട്ട് മീശ ഒതുങ്ങിപ്പോവുകയാണ്.
ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്